ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രവൃത്തി എന്താണെന്നാണല്ലോ പറഞ്ഞത്. പ്രവൃത്തി എന്തായിരുന്നു? നമ്മൾ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ബലത്തിൻ്റെ ദിശയിൽ ആ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത ബലം ആ വസ്തുവിൽ പ്രവൃത്തി ചെയ്തു അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷം നമ്മൾ പ്രവൃത്തി എങ്ങനെയാണ് അളക്കുക എന്നുള്ളത് കണ്ടു. പ്രവൃത്തി ഈക്വൽ ടു എന്താണ്? ബലം ഇൻറ്റു സ്ഥാനാന്തരം. അതായത് ബലത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും ഗുണനഫലമാണ് എന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്? പ്രവൃത്തി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഗുരുത്വാകർഷണത്തിന് എതിരെ ചെയ്യുന്ന പ്രവൃത്തിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വസ്തു നമ്മൾ ഉയർത്തുന്ന സമയത്ത് ഗുരുത്വാകർഷണ ബലത്തിന് എതിരെയാണ് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രവൃത്തി എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പ്രവൃത്തി W=mgh എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എം എന്ന് പറയുന്നത് നമ്മൾ ഉയർത്തുന്ന വസ്തുവിൻ്റെ മാസ്, ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് ഗുരുത്വാകർഷണ ബലം മൂലമുള്ള ത്വരണം. പിന്നെ അത് എന്ന് പറയുന്നത് 9.8 ആണ്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പ്രോബ്ലത്തിൽ 10 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ 10 എടുക്കും. അല്ലാത്ത കേസിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9.8 m/s² ആണെന്നുള്ളതും എച്ച് എന്ന് പറയുന്നത് എത്ര ഉയരത്തേക്കാണ് അത് സ്ഥാനാന്തരം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രവൃത്തി ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തിയും നമ്മൾ അളക്കാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ്. പ്രവൃത്തിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണെന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വ്യത്യസ്ത തരം പ്രവർത്തികൾ നമ്മൾ പറഞ്ഞു. അതായത് ബലം കൊടുക്കുന്ന ദിശയിലാണ് സ്ഥാനാന്തരം സംഭവിക്കുന്നതെങ്കിൽ ആ പ്രവൃത്തിയെ നമ്മൾ എന്ത് പറയും? പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറയും. അതേ സ്ഥാനത്ത് നമ്മൾ ബലം കൊടുക്കുന്നതിൻ്റെ എതിർ ദിശയിലാണ് സ്ഥാനാന്തരം സംഭവിക്കുന്നെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറയും. രണ്ടും വ്യത്യസ്ത ഡയറക്ഷനിൽ, അതായത് എതിർ ദിശയിലാണെങ്കിൽ അത് നെഗറ്റീവ് പ്രവൃത്തിയായിട്ട് നമ്മൾ പറയും. പിന്നെ നമ്മൾ ബലം കൊടുക്കുന്നുണ്ട്, അവിടെ സ്ഥാനാന്തരം സംഭവിക്കുന്നില്ല. ഒരു പാറ തള്ളുന്നത് അല്ലെങ്കിൽ നമ്മളെ ചുമര് തള്ളുന്നത് ഒക്കെ എന്താണ്? ബലം കൊടുക്കുന്നുണ്ട്, പക്ഷേ സ്ഥാനാന്തരം സംഭവിക്കുന്നില്ല. ദാറ്റ് ഈസ് സീറോ പ്രവൃത്തി എന്നുള്ളതും നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം ചെയ്യുമ്പം ഇക്വേഷൻ എഴുതാൻ മറക്കരുത്. ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിൽ കൊടുത്തിട്ടുള്ള ഇക്വേഷനിലുള്ള ഓരോ കാര്യങ്ങളും, ഇപ്പം W=Fs ആണെങ്കിൽ F എന്ന് പറയുന്നത് ബലമാണെന്നും ബലത്തിൻ്റെ അളവ് എഴുതണം, സ്ഥാനാന്തരത്തിൻ്റെ അളവ് എഴുതണം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ അതെന്താക്കണം? ഗുണനഫലം മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആൻസർ എഴുതുക, യൂണിറ്റ് എഴുതാൻ മറന്നു പോകരുത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ഊർജം, എന്താണ് ഊർജം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഊർജം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമുക്ക് എന്താണ് ഊർജം എന്ന് നോക്കിയാലോ? നമുക്ക് നോക്കാം. ഊർജം നിങ്ങൾക്ക് പരിചിതമായ ഊർജ രൂപങ്ങൾക്ക് ഉദാഹരണം, നിങ്ങൾക്കറിയാവുന്ന ഊർജ രൂപങ്ങൾക്ക് ഉള്ള ഉദാഹരണം കുറച്ചെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങളൊന്ന് ആലോചിച്ച് നമുക്ക് പറഞ്ഞു നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് നോക്കാം. വൈദ്യുതോർജം എല്ലാവർക്കും അറിയാമല്ലോ. ഇലക്ട്രിസിറ്റി വൈദ്യുതോർജം, ഇലക്ട്രിക്കൽ എനർജിയാണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് യാന്ത്രികോർജം, മെക്കാനിക്കൽ എനർജി. ദെൻ താപോർജം എന്ന് പറയുന്നത് ഹീറ്റ് എനർജി. പിന്നെ നമുക്കറിയുന്നതാണ് ലൈറ്റ് എനർജി. ദെൻ കൈനറ്റിക് എനർജി. അങ്ങനെ വ്യത്യസ്ത തരം എനർജികളുണ്ട്, അതായത് ഊർജ രൂപങ്ങളുണ്ട്. അതിൽ കുറച്ചിവിടെ തന്നിട്ടുണ്ട്. പല ഊർജ രൂപങ്ങൾക്കും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുകയും ചെയ്യും. അപ്പം എന്താണ് ഊർജം എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഊർജത്തിൻ്റെ വ്യത്യസ്ത തരം ഊർജങ്ങൾ നമുക്ക് പറയാം. അപ്പം ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഊർജം എന്നുള്ളത്. ഇത് ഊർജത്തിൻ്റെ ഡെഫിനിഷനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് അറിഞ്ഞിരിക്കണം. അപ്പം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. പ്രവൃത്തി എന്താണെന്ന് നമുക്കറിയാം. വർക്ക് നമ്മൾ എന്താണെന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞതാണ്. അപ്പം ഈ പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? ഊർജം ആവശ്യമാണ്. ഊർജം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രവൃത്തി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്
ഊർജം എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ ഇവിടെ ഉള്ളൊരു ടേബിളിന് ഞാൻ ഇവിടെ നിന്ന് എന്താ ബലം പ്രയോഗിച്ചിട്ട് ഒരു സ്ഥാനമാറ്റം ചെയ്താലാണ് ഞാൻ പ്രയോഗിച്ച ബലം ആ വസ്തുവിൽ പ്രവൃത്തി ചെയ്തു എന്ന് എനിക്ക് പറയാൻ സാധിക്കുക. അതാണ് പ്രവൃത്തി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പ്രവൃത്തി ചെയ്യാൻ എനിക്ക് ഈ ടേബിളിൽ ബലം കൊടുത്ത് അതിന് സ്ഥാനമാറ്റം ചെയ്യണമെങ്കിൽ എനിക്ക് ഊർജം വേണം. ഊർജം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഊർജം ഇല്ലാതെ വയ്യാതെ കിടക്കുന്ന ഒരാൾക്ക് നല്ല വെയിറ്റുള്ള ഒരു ടേബിള് തള്ളി നീക്കാനോ ഡിസ്പ്ലേസ് ചെയ്യാനോ സാധിക്കുമോ? അയാൾക്ക് ആ ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കുമോ? നമുക്ക് ഊർജം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവും, അതായത് പ്രവൃത്തി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്? ഊർജം. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇത് എന്താണ് ഊർജം എന്ന് ചോദിച്ചാൽ ഇത് എഴുതണം. നമ്മളെ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമുക്ക് വേണ്ടതാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജത്തിൻ്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ്. ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഊർജം എന്ന് പറയുന്നത്. ഇവിടെ വ്യത്യസ്ത തരം ഊർജ രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. തെർമൽ എനർജി, റേഡിയൻ്റ് എനർജി, ലൈറ്റ് എനർജി, കെമിക്കൽ എനർജി എന്നൊക്കെ പറയുന്ന വ്യത്യസ്ത തരം ഊർജ രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പലതും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. കെമിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? രാസോർജം. പിന്നെ ലൈറ്റ് എനർജി, പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജി, വൈദ്യുതോർജം, ഗ്രാവിറ്റേഷണൽ എനർജി, ഗുരുത്വാകർഷണ ബലം മൂലം ഉണ്ടാകുന്ന എനർജി ഗ്രാവിറ്റേഷണൽ എനർജി, മെക്കാനിക്കൽ എനർജി യാന്ത്രികോർജം, പിന്നെ ന്യൂക്ലിയർ എനർജി ആണവോർജം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഊർജ രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് എനർജി പ്രകാശോർജം, റേഡിയൻ്റ് എനർജി എന്ന് പറഞ്ഞാൽ വികിരണങ്ങളിൽ നിന്ന് കിട്ടുന്ന ഊർജത്തെയാണ് നമ്മൾ റേഡിയൻ്റ് എനർജി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ വ്യത്യസ്ത തരം നമ്മളൊരു നമ്മൾ നിത്യജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങൾ എളുപ്പമാക്കാൻ നമ്മൾ വിവിധ തരത്തിലുള്ള എനർജി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം കറണ്ട് ഉപയോഗിച്ചിട്ട് ലൈറ്റ് കത്തുന്നില്ലേ? അപ്പം അവിടെ വൈദ്യുതോർജം നമ്മൾ പ്രകാശോർജമായിട്ട് മാറ്റുന്നുണ്ട്. ആ പ്രകാശം നമുക്ക് ആവശ്യമില്ല, ആ ഊർജം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മളെ ഇതില്ലേ മിക്സർ ഒക്കെ ചെയ്യുന്ന സമയത്ത് വൈദ്യുതോർജം മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് മാറ്റുന്നത്. ക്ലിയർ ആണോ? യാന്ത്രികോർജാക്കി നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പം നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഊർജം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നമ്മളെ പ്രവൃത്തി എളുപ്പമാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഊർജം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഊർജം എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? അതായത് ഒരു പ്രവൃത്തി ചെയ്യാൻ ഉള്ള കഴിവിനെയാണ് നമ്മൾ ഊർജം എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള ഊർജം ഉണ്ട്, നിങ്ങൾക്കറിയാം, അത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ജൂളും കാലറിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഊർജത്തിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഊർജത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ യൂണിറ്റ് തന്നെയാണ്. ഊർജത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ യൂണിറ്റ് തന്നെയാണ്. ഊർജം തന്നെയാണല്ലോ പ്രവൃത്തിയായി മാറുന്നത്. ഊർജ്ജമാണല്ലോ പ്രവൃത്തിയായിട്ട് മാറുന്നത്. നമ്മൾ ഊർജം കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഊർജം എന്ന് പറയുന്നത് തന്നെ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്. അപ്പം ഊർജം തന്നെയാണല്ലോ പ്രവൃത്തിയായി മാറുന്നത്. ഊർജം തന്നെയാണ് പ്രവൃത്തിയായിട്ട് മാറുന്നത്. അപ്പം പ്രവൃത്തിയുടെ യൂണിറ്റ് തന്നെയാണ് ഊർജത്തിൻ്റെയും യൂണിറ്റ്. പ്രവൃത്തിയുടെ യൂണിറ്റ് തന്നെയാണ് ഊർജത്തിൻ്റെയും യൂണിറ്റ്. അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്തായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. SI യൂണിറ്റ് പറയുമ്പോൾ നമ്മൾ ന്യൂട്ടൺ മീറ്ററിന് എന്തായിട്ടാണ് പറയുന്നത്? ന്യൂട്ടൺ മീറ്റർ ഈസ് ഈക്വൽ ടു ജൂൾ ആണ്. SI യൂണിറ്റ് ഓഫ് പ്രവൃത്തി എന്ന് പറയുന്നത് ജൂളാണ്. അപ്പോൾ അത് തന്നെയാണ് ഊർജത്തിൻ്റെയും SI യൂണിറ്റ്. അപ്പോൾ യൂണിറ്റ് എന്ന് പറയുന്നത്
ഊർജത്തിൻ്റെ SI യൂണിറ്റ് ജൂളാണ്. ജൂൾ ഇമ്പോർട്ടൻ്റ്. SI യൂണിറ്റ് ഓഫ് ഊർജം എന്ന് പറയുന്നത് ജൂളാണ്. റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ J ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റും ഊർജത്തിൻ്റെ യൂണിറ്റും ഒന്ന് തന്നെയാണ്, അത് ജൂളാണ്. SI യൂണിറ്റ് ജൂളാണ്. അപ്പോൾ ഇവിടെ ഹെഡിങ്ങിൽ നമ്മൾ കൊടുത്തിട്ടുള്ള എന്താ, ജൂളും കാലറിയും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പം കാലറി എന്താ, കാലറി എന്തായിരിക്കും? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളിപ്പോൾ ഒരു പാക്കറ്റ് ഫുഡ് വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്കിലൊക്കെ എഴുതിയിട്ടുണ്ട് ഈ ഒരു പാക്കറ്റ് ഫുഡിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള അടങ്ങിയിട്ടുള്ള എനർജിയുടെ അളവ് എന്നൊക്കെ പറഞ്ഞിട്ട് കാലറിയിലാണ് കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ ഗ്ലൂക്കോസ് ഇല്ലേ, നമ്മൾ ക്ഷീണിക്കുമ്പോൾ കഴിക്കുന്ന ഒരു സാധനമല്ലേ ഗ്ലൂക്കോസ്. അപ്പോൾ ഈ ഗ്ലൂക്കോസിലൊക്കെ ഇത്ര എമൗണ്ട് ഓഫ് ഊർജം അടങ്ങിയിട്ടുണ്ട്, എനർജി അടങ്ങിയിട്ടുണ്ട്, അതൊക്കെ പൊതുവേ കാണിക്കാറ് കാലറിയിലാണ്. അപ്പോൾ ഊർജത്തിൻ്റെ ഒരു യൂണിറ്റ് കാലറിയാണ്. പക്ഷേ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂളാണ്. ജൂള് മാത്രമല്ല, ഊർജത്തിന് കാലറി വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂളും കാലറിയിലും നമുക്ക് പറയാം. എന്നാൽ SI യൂണിറ്റ് ഓഫ് എന്താണ്, ഊർജം എന്ന് പറയുന്നത് ജൂളാണ്. അപ്പോൾ ഈ ജൂളും കാലറിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. നോക്കാം. ഒരു കാലറി CAL വെച്ചിട്ടാണ് കാലറി റെപ്രസെൻ്റ് ചെയ്യുക. കാരണം ജൂൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ J. കാലറി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ CAL ആണ്. സ്മോൾ ലെറ്റർ എല്ലാം സ്മോൾ ലെറ്റർ ആണ്. CAL ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു കാലറി എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണെന്ന് അറിയണ്ടേ? നമ്മളോട് ഇപ്പോൾ പറയാം, ഈ ഒരു വസ്തുവിൽ ഇത്ര കാലറി ഊർജം അടങ്ങിയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര ജൂൾ ഊർജമായിരിക്കും അടങ്ങിയിട്ടുണ്ടാവുക എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു കാലറി എന്ന് പറയുന്നത് എത്ര ജൂളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം വരും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ഇത്ര കാലറി എത്ര ജൂളാണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഇത് നോക്കി വെക്കണം. ഓക്കെ. അപ്പോൾ 1 കാലറി എന്ന് പറഞ്ഞാൽ എന്താണ്, 4.2 ജൂളാണ്. ഒരു കാലറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. ക്ലിയർ ആയോ? ഒരു കാലറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. ക്ലിയർ? അപ്പോൾ നമ്മളോട് 1 ജൂൾ എത്ര കാലറി ആണോ എന്ന് തിരിച്ച് ചോദിക്കുക. 1 ജൂൾ എന്ന് പറയുമ്പോൾ ഇതിന് എന്താക്കുക, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, 1/4.2 കാലറി എന്ന് പറയാം. അത് ആവശ്യം വരില്ല, ഇത് മനസ്സിലാക്കിയാൽ മതി. ഇതറിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു വിടാമല്ലോ. അപ്പോൾ നോക്ക്, ഇവിടെ ഒരു കാലറി എന്ന് പറഞ്ഞാൽ 4.2 ജൂളാണ്. 4.2 ജൂളാണ്. ഒരു കാലറി എനർജി എന്ന് പറയുന്നത് ഈക്വൽ ടു 4.2 ജൂൾ എനർജിയാണ്. അത് രണ്ടും തുല്യമാണ്. പിന്നെ നമ്മളിപ്പോൾ കാലറി എന്ന് പറയുന്നതിന് പകരം ഒരു കിലോ കാലറി എന്ന് പറയും. ഒരു കിലോ കാലറി എന്ന് നമ്മൾ പറയാറുണ്ട്. കാലറി എന്ന് പറയും, കുറച്ചധികം അളവിലുണ്ടെങ്കിൽ നമ്മൾ അതിന് പറയാം ഒരു കിലോ കാലറി എന്ന്. അപ്പോൾ ഒരു കിലോ കാലറി എന്ന് പറയുന്നത് എത്ര ജൂളായിരിക്കും? ഒരു കിലോ കാലറി എന്ന് പറയുന്നത് എത്ര കാലറി ആയിരിക്കും? ആദ്യം അത് പറയാം. ഒരു കിലോ കാലറി എന്ന് പറഞ്ഞാൽ 1000 കാലറി ആണ്. ഒരു കിലോ കാലറി എന്ന് പറഞ്ഞാൽ 1000 കാലറി ആണ്. ഓക്കെ, 1000 കലോറി എന്ന് പറയേ. 1000 കാലറി ആണ് ഒരു കിലോ കാലറി എന്ന് പറയുന്നത്. കിലോ കാലറി റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എന്ത്? കിലോ കാലറി റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് KCal. KCal ആണ്. കാലറിന് മുന്നിൽ കെയും കൂടി ഇട്ട്, കിലോൻ്റെ കെയും കൂടി ഇട്ട്, അത്ര മാത്രമേ ഉള്ളൂ. കിലോ കാലറി. അപ്പം 1000 കാലറിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു കിലോ കാലറി എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കിലോ കാലറി എത്ര ജൂളായിരിക്കും? ഒരു കിലോ കാലറി എന്ന് പറയുന്നത് 1000 എന്താണ് കാലറി ആണ്. അങ്ങനെയാണെങ്കിൽ 4.2 × 1000 ചെയ്താൽ പോരെ. അപ്പോൾ 1000 ചെയ്യുമ്പോൾ എത്ര കിട്ടും?
4200 ജൂൾ. 4200 ജൂൾ. ഈ ഒരു കാര്യം മാത്രം പഠിച്ചാൽ മതി. ഇത് പഠിച്ചാൽ ഇത് രണ്ടും സ്വന്തം കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂൾ. അപ്പോൾ 1 കിലോ കാലറി എന്ന് പറഞ്ഞാൽ 1000 ജൂളാ. അപ്പം എന്താ, ഇതിനെ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്താ, 4200 ജൂൾ. ക്ലിയർ ആയോ? ഇത് നോക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിക്കും. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. നമുക്ക് നോക്കാം. ഊർജത്തിൻ്റെ SI യൂണിറ്റ് ജൂളാണ് എന്നുള്ളത് മറക്കരുത്. രണ്ടിൻ്റെ പ്രവൃത്തിയുടെ ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂള് തന്നെയാണ്. SI യൂണിറ്റ് ചോദിച്ചാൽ ഒരിക്കലും കാലോറി എഴുതാൻ പാടില്ല, അത് തെറ്റാണ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. എന്നാൽ എനർജിയെ നമുക്ക് കാലറി വെച്ചും പറയാം. കാലറി ഒരു യൂണിറ്റ് ആണ്. എന്നാൽ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ജൂളാണ് എന്നുള്ളത് ഓർത്തിരിക്കണം. ക്ലിയർ? ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഒരു മാമ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിന്റെ അളവ്, ഒരു മാമ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിന്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? ഊർജത്തിന്റെ അളവ് 840 കിലോ ജൂൾ. കിലോ ജൂൾ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എത്ര കലോറിക്ക് തുല്യമായിരിക്കും? അത് എത്ര കലോറിക്ക് തുല്യമായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എന്ത്, ഒരു കാലറി എന്ന് പറയുന്നത് എന്താണ്? 4.2 ജൂളാണ്. ഇവിടെ കിലോ കാലറിയിലല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ 840 കിലോ ജൂൾ എന്ന് പറയുന്നത് എത്ര ജൂളാണ്? ഇതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ നമുക്ക് അത് ജൂളിലേക്ക് മാറ്റാൻ പറ്റൂ. കിലോ ജൂൾ തന്നാൽ നമ്മൾ എന്താക്കണം? അതിനെ ജൂളിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിനോട് 1000 മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 3 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി ഈ വാല്യൂന്. അപ്പം 8 4 0 ദെൻ ഇത്രയും ജൂളാണ്. 8,40,000 ജൂളാണ്. ക്ലിയർ ആയോ? 8,40,000 ജൂളാണ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് കാണേണ്ടത് ഇത് എത്ര കലോറിക്ക് തുല്യമാണ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. അപ്പം നമുക്ക് നോക്കാം, ഇതിനെന്ത് ചെയ്യണം? 8,40,000 ബൈ 4.2 ചെയ്താൽ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് എന്താ? 4.2 ചെയ്യുന്ന സമയത്ത് 2 കിട്ടും, 2 കിട്ടും. അപ്പം ആൻസർ എന്ന് പറയുന്നത് 2,00,000 ജൂളാ. 2,00,000 കാലറിയാണ്. നമ്മൾ കാലറിയിലേക്കല്ലേ മാറ്റിയത്? 2,00,000 കാലറിയാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കിലോ ജൂളിനെ ജൂളിലേക്ക് മാറ്റി. അത് ക്ലിയർ ആയോ? ജൂളിലേക്ക് മാറ്റുന്നത് എന്താ? ഈ തന്നിട്ടുള്ള കിലോ ജൂളിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് എന്താക്കുക? മൾട്ടിപ്ലൈ ചെയ്യാം. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 8,40,000 എന്ന് കിട്ടിയല്ലോ. പിന്നെ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താ? 8,40,000 നമ്മൾ എന്ത് ചെയ്യണം? 4.2 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക, ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് തന്നിട്ടുള്ള ജൂള കാലറിയിലേക്കാണ് കാണേണ്ടത്. അപ്പോൾ ആ 4.2 ഇതാ, ഈ 4.2 നമ്മൾ എന്ത് ചെയ്യണം? ഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? 2,00,000 കാലറിയാണ്. 2,00,000 കാലറിയാണ് ആൻസർ വരുന്നത്. അപ്പം നമുക്കിത് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതിയാൽ 8.4 എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ ഒരു പോയിന്റ് ഇടുമ്പോൾ 2,00,000 വരുന്നത്. അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക 2 lakh കാലറി ആണ്. അതായത് 8,40,000 ജൂൾ എന്ന് പറയുന്നത് 2 lakh കാലറിക്ക് ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ?
ഇങ്ങനെയുള്ള കൺവേർഷൻ്റെ ചോദ്യം വരും. അതായത് ഒരു ഫോം ഓഫ് ഒരു യൂണിറ്റിൽ നിന്ന് വേറൊരു യൂണിറ്റിലേക്ക് മാറ്റാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താ, കിലോ ജൂളിൽ തന്നിട്ട് കാലോറിയിലേക്ക് മാറ്റാനാണ് തന്നിട്ടുള്ളത്. ചില ചോദ്യം എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ കാലോറി തന്നിട്ടുണ്ടാവും, അങ്ങനെയാണെങ്കിൽ ജൂളിലേക്ക് മാറ്റാനുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ സപ്പോസ് ഇതാ ഇവിടെ ഒരു ചോദ്യം നോക്കാം, നമുക്കൊരു ചോദ്യം വെറുതെ നോക്കാം. 2 കാലറി ആണ് ഒരു എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ എനർജി, ഒരു വസ്തുവിൻ്റെ എനർജി. അങ്ങനെയാണെങ്കിൽ അത് ജൂളിലേക്ക് മാറ്റാൻ പറയുകയാണെന്ന് വെച്ചോ. അപ്പോൾ 2 കാലറി അല്ലേ, അപ്പോൾ നമുക്കറിയാം, നമുക്കെന്താ പറയുക, ഒരു കാലറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. അങ്ങനെയാണെങ്കിൽ 2 കാലറി എന്താ, ഈക്വൽ ടു 4.2 into 2, that is equal to 8.4 joule. ക്ലിയർ ആയോ? ഇപ്പോൾ സപ്പോസ് ജൂളിലാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മളിവിടെ എന്താക്കും, ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. സപ്പോസ് നോക്കിയോ, 8.4 ജൂൾ എത്ര കാലറി ആണെന്ന് ആ രീതി ക്വസ്റ്റ്യൻ വരാം. 8.4 ജൂളിനെ കാലറിയിലേക്ക് മാറ്റാൻ, കൺവേർട്ട് ഇൻ ടു കാലറി, ആ രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഇപ്പോൾ വന്നത് എങ്ങനെയാണ്, നമുക്ക് കിലോ ജൂളിലാണ് തന്നിട്ടുള്ളത്, കാലറിയിലേക്കാണ് മാറ്റേണ്ടത്. ഇവിടെ ജൂള് തന്നെ എനിക്ക് കാലറിയിലേക്ക് മാറ്റണം. എനിക്കറിയാം 1 കാലറി ഈസ് ഈക്വൽ ടു എന്താണ്, 4.2 ജൂളാണ് എന്നുള്ളത് എനിക്കറിയാം. അപ്പം എനിക്കിത് ചെയ്യണമെങ്കിൽ ഇത് കാലറിയിലേക്ക് മാറ്റണ്ടേ. 8.4 അല്ലേ തന്നിട്ടുള്ളത്, അപ്പോൾ 8.4 ജൂളിനെ ഇവിടെ തന്നിട്ടുള്ള യൂണിറ്റിനെ ഞാൻ എന്ത് ചെയ്യണം, കാലറിയിലേക്ക് മാറ്റണമെങ്കിൽ 8.4നെ ഞാൻ ഈ 4.2 വെച്ച് ഡിവൈഡ് ചെയ്യണം. 4.2 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്താ കിട്ടുക, 8.4 ബൈ 4.2 എന്ന് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടിയ ആൻസർ, 2 കാലറി. ക്ലിയർ അല്ലേ, 2 കാലറി. അപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ തന്നിട്ടുള്ളത് ജൂളിലാണെങ്കിൽ ആ ജൂളിന് ഇവിടെ തന്നിട്ടുള്ളത് കണ്ടോ, ജൂളിലാണ് തന്നിട്ടുള്ളതെങ്കിൽ ജൂൾ ബൈ എന്ത് ചെയ്യുക, 4.2. അതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. 8,40,000 നമ്മൾ 4.2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് കിട്ടിയതാണ് 2 lakh എന്ന് ആൻസർ. ഇവിടെ 8.4ന് 4.2 കൊണ്ട് ചെയ്തപ്പോൾ 2 കിട്ടി. ഇവിടെ 8,40,000 4.2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. 8,40,000 4.2. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ജൂൾ ടു കാലോറി തന്നാൽ, ജൂൾ ടു കാലോറി ആണ് കാണണ്ടെങ്കിൽ ആ ജൂളിൻ്റെ വാല്യൂ ഇല്ലേ, വാല്യൂ ഇൻ ജൂൾ ബൈ 4.2 ചെയ്യാം. 4.2 ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാലറിയാണ് കാണേണ്ടത്, ജൂളാണ് തന്നിട്ടുള്ളത്, ജൂൾ ഗിവൺ. കാലറിയാണ് കാണേണ്ടത്, ജൂൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, തന്നിട്ടുള്ള ജൂൾ ബൈ വാല്യൂ ആണ്, ജൂളിൻ്റെ വാല്യൂ ബൈ 4.2. ജൂളിൻ്റെ വാല്യൂ ബൈ 4.2 ആണ്. കിലോ ജൂൾ ആണെങ്കിൽ ജൂളിലേക്ക് മാറ്റണം, എന്നിട്ട് 4/4.2 ചെയ്യാം. സപ്പോസ് നിങ്ങൾക്ക് കാലറിൻ്റെ വാല്യൂ ഗിവൺ, കാലറി ഗിവൺ, ജൂളാണ് ക്വസ്റ്റ്യൻ, ജൂളിലാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കാലറിൻ്റെ വാല്യൂ, കാലറി തന്നിട്ടുള്ള വാല്യൂ എത്രയാണ് തന്നിട്ടുള്ളത് നോക്കുക, അത് ഇൻറ്റു എന്ത് ചെയ്യുക, 4.2. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? ജൂള് തന്നിട്ടുണ്ട്, അല്ല കാലറി തന്നിട്ടുണ്ട്, ജൂളിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, തന്നിട്ടുള്ള വാല്യൂ ഇൻറ്റു 4.2 ആണ് ചെയ്യേണ്ടത്. സെക്കൻഡ് കേസ്, ഈ ഒരു ടേബിൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് ചെയ്യാം.
ഇതിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് ചെയ്യാം. ഈ ടേബിൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചെയ്യാം. അതായത് കാലറി തന്നിട്ടില്ല, ജൂളാണ് തന്നിട്ടുള്ളത്. ജൂളിൻ്റെ വാല്യൂ ബൈ 4.2. കാലറി തന്നിട്ടുണ്ട്, ജൂള് തന്നിട്ടില്ല എങ്കിൽ കാലറിൻ്റെ വാല്യൂ ഇൻറ്റു 4.2. ഈ ഒരു ടേബിൾ ഓർത്ത് വെക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടേബിൾ മാത്രം പഠിച്ചാൽ മതി. ഇതിൻ്റെ കൺവേർഷൻ, അതായത് കലോറിയിൽ നിന്ന് ജൂളിലേക്ക് മാറ്റാനും ജൂളിൽ നിന്ന് കലോറിയിലേക്ക് മാറ്റാനും ഈ ഒരു ടേബിൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി. എല്ലാ പ്രോബ്ലവും ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റിയൊക്കെ ചെയ്തതെന്ന് വെച്ചോ, മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? അതിൻ്റെ യൂണിറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങളോട് ഏതിലാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് നോക്കുക. ആ യൂണിറ്റ് കൊടുക്കണം. നമ്മൾ കാലറിയിലേക്കല്ലേ മാറ്റുന്നത്, അപ്പോൾ നമ്മൾ ആ വാല്യൂ എഴുതിയിട്ട് കാലറിന്ന് കൊടുക്കണം. ചൂടിലേക്കാണ് മാറ്റുന്നതെങ്കിൽ ആ വാല്യൂ എഴുതിയിട്ട് ചൂട് എഴുതണം. എന്നാൽ മാത്രമേ കംപ്ലീറ്റ് മാർക്ക് കിട്ടുള്ളൂ. ഈ ടേബിൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ ടേബിൾ ഉണ്ടെങ്കിൽ പ്രോബ്ലം സിമ്പിളായിരിക്കും. ഇത് ഓർത്ത് വെച്ചിട്ട് ചെയ്താൽ മതി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ഓർത്ത് വെക്കുക, 1 കാലറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. ഓക്കെ. ദെൻ നമുക്ക് പിന്നെയും പറയുന്നത് ഡിഫറെൻറ്റ് ഫോം ഓഫ് എനർജിയാണ്. അതായത് ഊർജത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ് പറയുന്നത്. സോളാർ എനർജി സൗരോർജം, സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തിനെയാണ് നമ്മൾ സോളാർ എനർജി എന്ന് പറയുന്നത്. വിൻഡ് എനർജി നിങ്ങൾ കണ്ടിട്ടില്ലേ? കാറ്റാടിയൊക്കെ. അപ്പോൾ ആ കാറ്റിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജം, അത് വെച്ചിട്ട് കറണ്ട് ഉണ്ടാക്കുന്നില്ലേ? അപ്പോൾ അതിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്നുണ്ട്. അതാണ് വിൻഡ് എനർജി. ന്യൂക്ലിയർ എനർജി ആണവോർജം. ടൈഡൽ എനർജി തിരമാലകളിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജമല്ലേ, അതാണ് ടൈഡൽ എനർജി. ബയോമാസ് നിന്ന് കിട്ടുന്നത്. കൈനറ്റിക് എനർജി നമുക്ക് പഠിക്കാണ്ട് ഗതികോർജം. അങ്ങനെ കുറച്ച് ഫോംസ് ഓഫ് എനർജി കൊടുത്തിട്ടുണ്ട്. ഹീറ്റ് എനർജി, വേവ് എനർജി, ലൈറ്റ് എനർജി എന്നൊക്കെ പറഞ്ഞിട്ട്, പ്രകാശോർജം, ഹൈഡ്രോ ഇലക്ട്രിക് ഊർജം. ഇതൊക്കെ നമുക്ക് ഈ ഹൈഡ്രോ ഇലക്ട്രിക് എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഒക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാനുള്ളത്. നിങ്ങൾ ഇതിലൊരു അഞ്ച് ഫോം ഓഫ് എനർജി പഠിച്ചു വെച്ചാൽ മതി. 5 രൂപങ്ങൾ, ഏതെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള ഏതെങ്കിലും 5 എനർജീൻ്റെ രൂപങ്ങളൊന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. ചിലപ്പോൾ എന്തെങ്കിലും ആ രീതിയിൽ ചോദ്യം ചോദിക്കാം. അതുകൊണ്ട് പറയുകയാണ്, ഇതെല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയുന്ന ഒരു 5 എണ്ണം, ഏറ്റവും എളുപ്പമുള്ള 5 എണ്ണം എല്ലാവർക്കും അറിയുന്നതാണ്. എന്ത്? സൗരോർജം, സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജം. പിന്നെ നമുക്കറിയുന്നത് വിൻഡ് എനർജി എളുപ്പമാണല്ലോ, കാറ്റിൽ നിന്ന് ലഭിക്കുന്ന എനർജി. അതല്ലെങ്കിൽ ലൈറ്റ് എനർജി എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ലൈറ്റിൽ നിന്ന് പ്രകാശോർജം 3 എണ്ണമായി. പിന്നെ കൈനറ്റിക് എനർജി, അത് നമുക്ക് എന്തായാലും പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെയും പഠിച്ചു വെച്ചാൽ കുറച്ചുകൂടെ എളുപ്പമാണ്. എന്താണ്? ഗതികോർജം. ഒരു വസ്തു സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാണ് കൈനറ്റിക് എനർജി. പിന്നെ ഇലക്ട്രിക്കൽ എനർജി എല്ലാവർക്കും അറിയുന്നതാണ്, വൈദ്യുതോർജം. തെർമൽ എനർജി, അതായത് യാന്ത്രികോർജം. അടുത്തത് യാന്ത്രികോർജം. അപ്പോൾ അതിലുള്ള 5 എണ്ണം, അതിലിപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ യാന്ത്രികോർജം കൂടെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ഏതെങ്കിലും ഒരു 5 രൂപങ്ങൾ പഠിച്ചാൽ മതി. ഇതിലുള്ള കംപ്ലീറ്റ് ഊർജ്ജങ്ങളും നിങ്ങൾ പഠിക്കേണ്ട. നിങ്ങൾക്ക് എളുപ്പമുള്ള 5 എണ്ണം, ഏറ്റവും എളുപ്പമുള്ള 5 എണ്ണം, ഏതെങ്കിലും 5 എണ്ണം പഠിച്ചാൽ മതി. അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതാണോ ഏറ്റവും എളുപ്പം എന്ന് തോന്നുന്നത് അത് പഠിച്ചു വെക്കുക. ഓക്കെ. ഒന്നുകൂടെ പറഞ്ഞുതരാം. വൈദ്യുതോർജം, പ്രകാശോർജം, താപോർജം, ഗതികോർജം, കാറ്റിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജമാണ് ഇത്. പിന്നെ സൗരോർജം. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് പറഞ്ഞിട്ടുള്ള കുറച്ച് എനർജീൻ്റെ, ഊർജത്തിൻ്റെ രൂപങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. മറ്റത് നമ്മൾ സ്ഥിരം കാണുന്നതോ നമ്മൾ അനുഭവിച്ചിട്ടോ ഉള്ള ഊർജ്ജങ്ങൾക്ക് കുറച്ച് ഉദാഹരണം മാത്രമാണ്. അത് ഉദാഹരണം ചോദിച്ചാൽ മാത്രമേ നമ്മൾ പറയേണ്ടതുള്ളൂ. ഇത് നമ്മൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുകയും വേണം. ഇതിൻ്റെ വ്യത്യസ്ത തരങ്ങളുണ്ട്, അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇതിൽ ചിലതിന് എന്തുണ്ട്? സമവാക്യങ്ങളുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം വരാം. അത് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് നോക്കിയാലോ. വ്യത്യസ്ത തരം ഊർജത്തിൽ നിങ്ങൾക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്ന് പറയുന്നത് യാന്ത്രികോർജമാണ്. യാന്ത്രികോർജം ഇത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. യാന്ത്രികോർജത്തിന് വ്യത്യസ്ത തരങ്ങളുണ്ട്, അത് നമ്മൾ പഠിക്കും. പിന്നെ അതിൽ തന്നെ ആദ്യം പഠിക്കുന്നത് മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ യാന്ത്രികോർജം നമ്മൾ പഠിക്കും. എന്നിട്ട് അതിൻ്റെ വ്യത്യസ്ത തരങ്ങൾ പഠിക്കും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ യാന്ത്രികോർജം, മെക്കാനിക്കൽ എനർജി.
യാന്ത്രികോർജം അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് യാന്ത്രികോർജം എന്നുള്ളത്. അതിൻ്റെ ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് അറിഞ്ഞിരുന്നാലാണ് നമുക്ക് ഇതിൻ്റെ വ്യത്യസ്ത തരങ്ങളൊക്കെ എളുപ്പത്തിൽ പഠിക്കാനും പറയാനും സാധിക്കുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കിയാലോ. ഒരു വസ്തുക്കൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വസ്തുക്കൾക്ക് ചലനം മൂലമോ സ്ഥാനം മൂലമോ, ഇതാണ് ഇമ്പോർട്ടൻ്റ്, ചലനം മൂലമോ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിന്യാസം മൂലമോ ലഭിക്കുന്ന ഊർജമാണ് എന്ത്? യാന്ത്രികോർജം. ഇപ്പോൾ ഒരു വസ്തുവിന് അതിൻ്റെ ഒരു സ്ഥാനം, അത് നിൽക്കുന്ന ആ ഒരു സ്ഥാനം കൊണ്ടായിരിക്കും അതിന് ചിലപ്പോൾ ഊർജം ലഭിക്കുന്നത്. അതിനുള്ള ഉദാഹരണം നമ്മൾ പഠിക്കും, അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലമോ അല്ലെങ്കിൽ അതിൻ്റെ ചലനം മൂലമോ, അതിപ്പോൾ ചലിക്കുന്നത് കൊണ്ടായിരിക്കും അതിന് ഊർജം ലഭിക്കുന്നത് എന്ന് വെച്ചോ. ഒരു വസ്തു ചലിക്കുന്നത് കൊണ്ടാണ് അതിന് ഊർജം ലഭിക്കുന്നത് എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ചലനം മൂലമോ, പിന്നെ നമ്മൾ പറയുന്നത് കോൺഫിഗറേഷൻ മൂലമോ. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ വിന്യാസം എന്നാണ് നമ്മൾ പറയുക. അതായത് അതിന് നമ്മൾ വെച്ച ആ ഒരു അതിൻ്റെ ഒരു വിന്യാസത്തിൻ്റെ പുറത്താണോ അതിന് ആ ഒരു ഊർജം ലഭിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? അങ്ങനെ ലഭിക്കുന്ന ഊർജത്തിനെ നമുക്ക് എന്ത് പറയാം? യാന്ത്രികോർജം എന്നാണ് പറയുന്നത്. യാന്ത്രികോർജം ലഭിക്കുന്നത് ഒന്നെങ്കിൽ ആ വസ്തുവിൻ്റെ എന്താണ്? ചലനം മൂലം, അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ സ്ഥാനം മൂലം. അതല്ലെങ്കിൽ അതിനെന്താണ് നമ്മൾ പറഞ്ഞത്? കോൺഫിഗറേഷൻ, വിന്യാസം മൂലം. നിങ്ങൾക്ക് എന്താണോ എളുപ്പം എന്ന് വെച്ചാൽ അത് ഓർത്ത് വെക്കുക. വിന്യാസം എന്നാണെങ്കിൽ അങ്ങനെ, കോൺഫിഗറേഷൻ എന്നാണ് വേണ്ടതെങ്കിൽ കോൺഫിഗറേഷൻ ഓർത്ത് വെക്കാം. യാന്ത്രികോർജത്തിന് കാരണം എന്ന് പറയുന്നത് ഒരു വസ്തുവിന് അതിൻ്റെ ചലനം മൂലമോ സ്ഥാനം മൂലമോ അല്ലെങ്കിൽ വിന്യാസം മൂലമോ ലഭിക്കുന്ന ഊർജത്തിനെയാണ് നമ്മൾ യാന്ത്രികോർജം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? യാന്ത്രികോർജം ഇപ്പോൾ ക്ലിയർ ആയോ? ഇനി ഈ യാന്ത്രികോർജം എന്ന് പറയുന്നത് പ്രധാനമായും എന്താണ്? 2 തരമുണ്ട്. യാന്ത്രികോർജം പ്രധാനമായും 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണത്? അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. 2 തരത്തിലുണ്ട്. ഈ യാന്ത്രികോർജം 2 തരത്തിലുണ്ട്. അതാണ് സ്ഥിതികോർജം അല്ലെങ്കിൽ ഗതികോർജം. സ്ഥിതികോർജം ആണ് ഒന്നാമത്തേത്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ തരം എന്ന് പറയുന്നത് ഗതികോർജമാണ്. അതായത് നമുക്ക് പറഞ്ഞു നോക്കാം. അതായത് യാന്ത്രിക ഊർജം എന്ന് പറയുന്നത് ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലമോ അല്ലെങ്കിൽ അതിൻ്റെ ചലനം മൂലമോ അതും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വിന്യാസം മൂലമോ ലഭിക്കുന്ന ഊർജത്തെയാണ് നമ്മൾ യാന്ത്രികോർജം എന്ന് പറയുന്നത്. ഇനി ഈ യാന്ത്രികോർജം എന്തുണ്ട്? 2 തരത്തിലുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് സ്ഥിതികോർജം. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഗതികോർജം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം നമ്മൾ യാന്ത്രികോർജം എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു, അതിനുശേഷം അതിൻ്റെ 2 തരങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇത്രയാണ് നമുക്ക് യാന്ത്രികോർജത്തിൽ പറയാനുള്ളത്. ഇനി യാന്ത്രികോർജത്തിൻ്റെ 2 തരങ്ങളിലെ അതിൽ ഓരോന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന് മുമ്പ് യാന്ത്രികോർജത്തിന് കുറച്ച് എക്സാമ്പിൾ നമുക്ക് കാണാം. ഇവിടെ നോക്കൂ, ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു കാറ് നിർത്തിയിട്ടത് കാണുന്നില്ലേ? അതെന്താണ്? യാന്ത്രികോർജത്തിന് എക്സാമ്പിളാണ്. പിന്നെ ഇവിടെ ആപ്പിളില്ലേ, ആപ്പിൾ അവിടെ നിൽക്കുന്നത് യാന്ത്രികോർജത്തിന് എക്സാമ്പിളാണ്. പിന്നെ നമ്മളെ ഇതില്ലേ അമ്പ് വിടുന്നത്, ആ വില്ലും അമ്പും വെച്ചിട്ട് ഉള്ളത്, അതെന്ന് പറയുന്നത് അവിടെ അമ്പിൻ്റെ പുള്ളി ചെയ്യുമ്പോൾ അത് നീങ്ങുന്നില്ലേ, അതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? യാന്ത്രികോർജമാണ്. പിന്നെ ഈ വിൻഡ് മില്ല്, കാറ്റാടിൻ്റെത് തിരിയുന്നത്,
പിന്നെ ഈ കുട്ടി സ്കേറ്റർ ബോർഡില്ലേ അത് നീങ്ങുന്നത്, സൈക്കിൾ ഓടിക്കുന്നത്, ഇതൊക്കെ എന്ന് പറയുന്നത് യാന്ത്രികോർജത്തിന് കുറച്ച് ഉദാഹരണങ്ങളാണ്. നമ്മൾ ഒന്നുകൂടെ ഈ ഉദാഹരണങ്ങളൊക്കെ പറയും. അപ്പോൾ നമ്മൾ പറഞ്ഞു യാന്ത്രികോർജം രണ്ട് തരത്തിലുണ്ട്. യാന്ത്രികോർജം രണ്ട് തരത്തിലുണ്ട്. അതിലൊന്നാണ് സ്ഥിതികോർജം. അതാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. ശ്രദ്ധിക്കണം. സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഒന്നുമില്ല, നമുക്ക് പറയാം. യാന്ത്രികോർജം എന്ന് പറയുമ്പം സ്ഥാനം, ചലനം, വിന്യാസം, അതായത് കോൺഫിഗറേഷൻ, ഈ മൂന്നെണ്ണം കൊണ്ടാണ്. അത് രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു യാന്ത്രികോർജം. സ്ഥിതികോർജവും ഗതികോർജവും. അതിൽ നമ്മൾ സ്ഥിതികോർജമാണ് പറയുന്നത്. അപ്പോൾ ഈ സ്ഥിതികോർജം എന്ന് പറയുന്നത് യാന്ത്രികോർജത്തിൽ തന്നെ വരുന്നതാണ്. അതിൽ ആദ്യത്തെ ടൈപ്പാണ് സ്ഥിതികോർജം. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വസ്തുവിന് എന്താണ് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ വിന്യാസം മൂലമോ ലഭിക്കുന്ന ഊർജത്തെ നമ്മൾ എന്ത് പറയും? സ്ഥിതികോർജം എന്നാണ് പറയുന്നത്. ഒരു വസ്തു, ആ വസ്തുവിന് അത് നിന്ന സ്ഥലം കാരണം, അതിൻ്റെ ആ സ്ഥാനം കാരണമാണ് ഊർജം ലഭിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? സ്ഥിതികോർജം എന്ന് പറയും. അതേ സ്ഥാനത്ത് ആ വസ്തുവിന് അതിൻ്റെ ഒരു വിന്യാസം കൊണ്ടാണ് ഊർജം ലഭിക്കുന്നതെങ്കിൽ അതും എന്താണ്? സ്ഥിതികോർജമാണ്. ക്ലിയർ ആയോ? അടുത്തത് ഇവിടെ പറഞ്ഞുതരാം. സ്ഥിതികോർജം എന്ന് പറയുന്നത് രണ്ട് കാരണമാണുള്ളത്. എന്താണ്? സ്ഥാനം. പിന്നെ നമുക്ക് എന്താണ് പറയാനുള്ളത്? വിന്യാസം. സ്ഥാനം മൂലമോ വിന്യാസം മൂലമോ, വിന്യാസമാണ് കോൺഫിഗറേഷൻ എന്നുള്ളത് ഓർത്ത് വെക്കണേ. അപ്പോൾ വിന്യാസം മൂലമോ ലഭിക്കുന്ന ഊർജമാണ് എന്ത്? സ്ഥിതികോർജം. ക്ലിയർ ആയോ? അപ്പൊ ഈ സ്ഥിതികോർജം എന്തുണ്ട്? രണ്ട് തരമുണ്ട്. സ്ഥിതികോർജം രണ്ട് തരമുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് പറഞ്ഞു? സ്ഥിതികോർജം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സ്ഥാനം മൂലമോ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് വിന്യാസം മൂലമോ ലഭിക്കുന്നതാണ്. ഒന്ന് പറയുന്നത് സ്ഥാനം മൂലമോ, രണ്ട് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ വിന്യാസം മൂലം ലഭിക്കുന്നതോ ആണെന്ത്? സ്ഥിതികോർജം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ഥിതികോർജം എന്ന് പറയുന്നത് എന്താണ്? രണ്ട് തരത്തിലുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്ഥാനം മൂലം ലഭിക്കുന്ന സ്ഥിതികോർജം. എളുപ്പല്ലേ? ഈ സ്ഥിതികോർജത്തിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞാൽ തന്നെ അതിൻ്റെ രണ്ട് തരം കിട്ടും. കാരണം എന്താ? സ്ഥിതികോർജം എന്ന് പറയുന്നത് വസ്തുവിന് സ്ഥാനം മൂലമോ, ദാറ്റ് ഈസ് ഫസ്റ്റ് ടൈപ്പ്, അതല്ലേ ഫസ്റ്റ് വൺ, അല്ലെങ്കിൽ അതിൻ്റെ വിന്യാസം മൂലമോ, അതാണ് സെക്കൻഡ് ടൈപ്പ്. കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജം. വിന്യാസം മൂലമോ ലഭിക്കുന്ന ഊർജത്തെ നമ്മൾ എന്ത് പറയും? സ്ഥിതികോർജം എന്ന് പറയും. ഈ സ്ഥിതികോർജം എന്തുണ്ട്? രണ്ട് ടൈപ്പിലുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്ഥാനം മൂലം ലഭിക്കുന്ന സ്ഥിതികോർജം, സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന സ്ഥിതികോർജം. രണ്ടാമത്തേതാണ് കോൺഫിഗറേഷൻ കൊണ്ട്, അതിൻ്റെ വിന്യാസം കൊണ്ട് അതിന് ലഭിക്കുന്ന സ്ഥിതികോർജം. ക്ലിയർ ആയോ? രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്ഥാനം മൂലം അല്ലെങ്കിൽ എന്താ അതിൻ്റെ വിന്യാസം മൂലം എന്ന് നോക്കാം. അതിന് രണ്ട് എക്സാമ്പിൾ വെച്ച് പറഞ്ഞാലോ? അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാവും. നോക്കാം. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട്, കുലച്ചു വെച്ചിരിക്കുന്ന വില്ലിനെ അമ്പിനെയും കാണാം. അതാണ് ആദ്യത്തേത്. പിന്നെ അടുത്തത് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാറിനെയും കാണാം. നമുക്ക് കാണാം. ഇനി നമ്മളോട് പറയുന്നത് സ്വതന്ത്രമാക്കുക. ഈ അമ്പിനെയും കുലച്ചു വെച്ചിരിക്കുന്ന വില്ലിനെ അമ്പിനെയും കാറിനെയും സ്വതന്ത്രമാക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഈ കുലച്ചു വെച്ചിരിക്കുന്ന അമ്പില്ലേ, അമ്പും വില്ലും, അതിപ്പോൾ ഞാനിപ്പോൾ കുലച്ച് വെച്ചിരിക്കുന്ന അമ്പും വില്ലും അതിനെ ഞാൻ സ്വതന്ത്രമാക്കി വിട്ടാൽ എന്താവും? അത് സ്പീഡിൽ പോകൂലേ? അതേ സ്ഥാനത്ത് ഇതിനെ ഞാനിപ്പോൾ ഈ അമ്പും വില്ലും ഈ ഒരു രീതിയിലല്ല എന്ന് വിചാരിച്ച, വെറുതെ ഞാനൊരു ടേബിളിൽ വെച്ചതാ.
അങ്ങനെയാണ് ഞാൻ അതിനെ സ്വതന്ത്രമാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അത് പോവോ? അത് അവിടെ തന്നെ കിടക്കുകയല്ലേ ചെയ്യുള്ളൂ. ഈ ഈ ഒരു രീതിയിൽ വെച്ചത് കൊണ്ടല്ലേ ഞാൻ വിടുമ്പോൾ അത് പോകുന്നത്. ഞാൻ വെറുതെ ഇപ്പോൾ രണ്ട് കയ്യിൽ, ഈ കയ്യിൽ അമ്പും ഈ കയ്യിൽ വില്ലും പിടിച്ച് നിൽക്കുകയാണ്, ഞാൻ സ്വതന്ത്രമായിട്ട് വിട്ട്, എന്താ താഴെ വീഴും, അതല്ലേ സംഭവിക്കുള്ളൂ. അതേ സ്ഥാനത്ത് ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഈ കുലച്ച് വെച്ചിരിക്കുന്ന പോലെ വെച്ചിട്ട് ഞാൻ സ്വതന്ത്രമാക്കി വിടുകയാണെങ്കിൽ എന്താ, സ്പീഡിൽ പോവൂലേ? സ്വതന്ത്രമാക്കി വിട്ടാതല്ലേ സംഭവിക്കുക. ഇവിടെ നോക്കുക, അതുപോലെ ഈ കാറില്ലേ, ഉയരത്തിൽ നിൽക്കുന്ന കാർ കാണുന്നുണ്ടോ? ഈ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാറിനെ വിട്ടാൽ കാറിന് എന്താ സംഭവിക്കുക? അത് സ്പീഡിൽ ഇറങ്ങി വരും, അതല്ലേ സംഭവിക്കുക. സ്പീഡിൽ താഴേക്ക് വരും. അതേ സ്ഥാനത്ത് ഞാൻ ഉയരത്തിൽ ഈ രീതിയിൽ വെക്കാണ്ട് ഞാനിപ്പോൾ കാറിന് ഇവിടെയാണ് വെച്ചതെന്ന് വിചാരിക്കേ, കാറിന് ഇവിടെയാണ് ഞാൻ വെച്ചത്, ഞാൻ സ്വതന്ത്രമാക്കി വിട്ടു, ഇവിടെ വെച്ചു, ഞാൻ അതിൻ്റെ വിടുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് പോവോ? അത് സ്പീഡിൽ നേരെ പോവോ? ഇല്ലല്ലോ. അതിനെന്താ, ചലനം സംഭവിക്കാനൊന്നും പോകുന്നില്ല, അത് അവിടെ തന്നെ നിൽക്കും. ഇവിടെ അമ്പും വില്ലും ഞാൻ രണ്ട് കൈ പിടിച്ച് വെറുതെ വിട്ട് കഴിഞ്ഞാൽ അവിടെ അതിന് ചലനമൊന്നും സംഭവിക്കൂല. അപ്പോൾ ഇവിടെ ഈ രീതിയിൽ നമ്മൾ സ്വതന്ത്രമാക്കി വിട്ടാൽ ഇതെന്താണ്, വേഗത്തിൽ ചലിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടും വേഗത്തിൽ ചലിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അമ്പിന് ചലിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നത്, അമ്പ് ചലിക്കുമെന്ന് നമ്മൾ പറഞ്ഞു, ലഭിക്കുന്നത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമുക്ക് നോക്കാം. ചരടിൻ്റെ വലുപ്പവും വില്ലിൻ്റെ വളവും ചേർന്ന് ഉളവാക്കിയ സവിശേഷമായ വിന്യാസം, കോൺഫിഗറേഷൻ കാരണമല്ലേ അമ്പിന് ഊർജം ലഭിക്കുന്നത്? അതെ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ, ഇങ്ങനെ വളച്ച് വെച്ചത് കൊണ്ട് ആണ്, ഈ ഒരു രീതിയിൽ അതിനെ വിന്യാസം ചെയ്യപ്പെട്ടത് കൊണ്ടല്ലേ അതിന് ഊർജം കിട്ടിയത്. ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാലോ, ഇങ്ങനെയല്ല ഞാൻ വെച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഒരു കയ്യിൽ ഇതും ഒരു കയ്യിൽ ഇതും അമ്പും ഒരു കയ്യിൽ വില്ലും പിടിച്ചിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ, അതിന് ചലിക്കാനുള്ള ഊർജം ലഭിക്കില്ല. അപ്പോൾ ഈ രീതിയിൽ ഞാനത് വെച്ചത് കൊണ്ടാണ്, അതാണ് ചരടിൻ്റെ വലിവും വില്ലിൻ്റെ വളവും, ചരടിൻ്റെ വലിവും വില്ലിൻ്റെ വളവും കാരണമാണ് എന്ത്, അതിനൊരു വിന്യാസം ഉണ്ടായി. ആ ഒരു വിന്യാസമാണ് എന്ത്, അതിന് ചലിക്കാൻ ആവശ്യമായ ഊർജം കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അതെ, അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു വിന്യാസമാണ് അതിന് ചലിക്കാനുള്ള ഊർജം കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചില വസ്തു കാണല്ലേ, കല്ല് നമ്മൾ ഇങ്ങനെ വലിച്ചു വിടുന്നില്ലേ, അപ്പം അത് വലിച്ചു വിടുന്നത് കൊണ്ടല്ലേ കല്ല് അത്ര സ്പീഡ് പോകുന്നത്. അതേ സ്ഥാനത്ത് ഞാൻ വെറുതെ ഇങ്ങനെ വലിച്ചു വിടാതെ ആ ഒരു സാധനത്തിന് മേലെ ജസ്റ്റ് ഇങ്ങനെ വിട്ടാൽ എന്താ, എൻ്റെ തൊട്ടടുത്ത് വന്ന് വീഴും. അതിന് വലിയ ഊർജ്ജമൊന്നും കിട്ടൂല, താഴേക്ക് വീഴേണ്ടതുകൊണ്ട് അത് താഴേക്ക് വീഴും. സ്ഥാനത്ത് വലിച്ചു വിടുമ്പോൾ എന്താ, സ്പീഡിൽ നേരെ പോകുന്നില്ലേ. അത് ആ ഒരു വലിവ് കൊണ്ടുണ്ടാകുന്നൊരു ടെൻഷനില്ലേ, അതിനൊരു എന്താ, ഒരു പ്രത്യേകതരം ഒരു വിന്യാസത്തിൽ അത് നിൽക്കുന്നില്ലേ. ആ വിന്യാസം അതിനെന്ത് കൊടുക്കുന്നുണ്ട്, ചലിക്കാൻ ആവശ്യമായ ഊർജം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു വിന്യാസമാണ് അതിന് ഊർജം നൽകിയിട്ടുള്ളത്. മനസ്സിലായോ? ഇനി അടുത്തതാണ്, നമ്മൾ അമ്പിൻ്റെയും വില്ലിൻ്റെയും കാര്യം പറഞ്ഞു. അടുത്തത്, ടോയ് കാറിന് ചലിക്കാൻ ആവശ്യമായ ഊർജം എങ്ങനെയായിരിക്കും ലഭിച്ചത്? ടോയ് കാർ നമ്മൾ പറഞ്ഞു, ടോയ് കാറിന് ചലിക്കാൻ ആവശ്യമായ ഊർജം എങ്ങനെയായിരിക്കും ലഭിച്ചത്? കാറിൻ്റെ സ്ഥാനം മൂലമാണോ? കാറിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു ഉയരത്തിൻ്റെ മുകളിലല്ലേ. ഈ ഉയരത്തിൻ്റെ മുകളിൽ വെച്ചത് കൊണ്ടാണോ അതിന് ചലിക്കാനായിട്ടുള്ള ഊർജം ലഭിച്ചത്? ആണോ? അതെ ആണ്, അതെ മൂലം ആണ്, അതെ. അതുകൊണ്ടാണ്, അല്ലാതെ ഞാനിപ്പോൾ ഇവിടെയാണ് വെച്ചതെങ്കിലുള്ള കേസ് നമ്മൾ പറഞ്ഞു, അതിന് ചലിക്കാൻ പറ്റൂല, ചലിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നില്ല, അത് അവിടെ തന്നെ കിടക്കും. ഈ ഒരു സ്ഥാനത്ത് വെച്ചതുകൊണ്ട് മാത്രമാണ് എന്ത്, അതിന് ചലിക്കാൻ ആവശ്യമായ ഊർജം ലഭിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. അപ്പം ഈ രണ്ട് എക്സാമ്പിൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഒന്ന്, അതിൻ്റെ വിന്യാസം മൂലമാണ് അതിന് ചലിക്കാനുള്ള ഊർജം ലഭിച്ചതെങ്കിൽ, അടുത്ത സാഹചര്യത്തിൽ ടോയ് കാറിൻ്റെ സാഹചര്യത്തിൽ അതിൻ്റെ സ്ഥാനമാണ് ചലിക്കാൻ ആവശ്യമായ ഊർജം കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ വസ്തുക്കൾക്ക് ഊർജം ലഭിച്ചത് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ആണല്ലോ. ആണ്. സ്ഥാനം മൂലമോ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലമോ ആണ്. അതെ.
ഇത്തരം ഊർജമാണ് എന്ത്? ഇത്തരം ഊർജമാണ് സ്ഥിതികൂർജം. ഇത്തരം ഊർജമാണ് സ്ഥിതികൂർജം. അപ്പൊ സ്ഥിതികൂർജം എന്താണ്? രണ്ട് ടൈപ്പില്ലേ? രണ്ട് തരം. വിന്യാസം മൂലമുണ്ട്, സ്ഥാനം മൂലമുണ്ട്. നമ്മൾ പറഞ്ഞു സ്ഥാനം മൂലമുണ്ട്. അപ്പൊ മുകളിൽ ഏതാണ് സ്ഥാനം മൂലം ലഭിച്ചത്? ടോയ് കാർ അല്ലേ? സ്ഥാനം മൂലം ലഭിച്ചത് ടോയ് കാർ. വിന്യാസം മൂലോ? അമ്പ്, വില്ല്. അതല്ലേ വിന്യാസം മൂലം ലഭിച്ചത്? ഓക്കെ, ക്ലിയർ ആയോ? രണ്ടും ക്ലിയർ ആയോ? ഇനി നോക്കാം. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. നമുക്ക് നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന സന്ദർഭങ്ങളെ സ്ഥിതികൂർജം ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അനുയോജ്യമായ രീതിയിൽ തരംതിരിക്കാൻ, എന്നിട്ട് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞത്. പട്ടിക എന്ന് പറയുന്നത് സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജവും കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജം, അങ്ങനെയാണ് രണ്ട് പട്ടിക ഉള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് ചിത്രം നോക്കാം. ഇവിടെ എന്താ വെച്ചാൽ തേങ്ങ, ഈ തെങ്ങിന്റെ മുകളിൽ നിൽക്കുന്ന തേങ്ങയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഈ തേങ്ങയ്ക്ക് ഈ സ്ഥാനം മൂലമല്ലേ അതിനവിടെ ഒരു താഴെ ശക്തിയല്ലേ തേങ്ങ വീഴുന്നത്? അത് ഉയരത്തിൽ ആ തേങ്ങ നിൽക്കുന്നത് കൊണ്ടല്ലേ തേങ്ങ ഇത്ര ശക്തിയിൽ താഴേക്ക് പതിക്കുന്നത്. അതേ സ്ഥാനത്ത് ഞാൻ എൻ്റെ കയ്യിൽ ഒരു തേങ്ങ എടുത്തിട്ട് വിട്ട്, അതിന് ഊർജ്ജം ഉണ്ടെങ്കിൽ പോലും ആ സ്ഥാനത്തുനിന്ന് ആ ഒരു ഉയരത്തിൽ നിന്നുള്ള അത്ര ഊർജ്ജത്തിലാണോ അത് പതിക്കുന്നത്? അല്ല. അപ്പം അതിന് ആ ഊർജ്ജം ലഭിക്കുന്നത് അതിൻ്റെ ആ സ്ഥാനം കാരണമാണ്. അപ്പം ഇവിടെ എന്താണ്? സ്ഥാനം മൂലമാണ്. എന്ന് പറയുന്നത് സ്ഥാനം മൂലമാണ്. ഇനി ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു സ്പ്രിങ് ഉണ്ട്. സ്പ്രിങ് നമ്മൾ അമർത്തി വെക്കുകയാണ് ചെയ്തത്. ഈ അമർത്തി വെച്ച സ്പ്രിങ്ങിനെ ഞാൻ സ്വതന്ത്രമാക്കി വിടുകയാണെങ്കിൽ അത് പെട്ടെന്ന് പൊങ്ങൂലേ? ഇതിനെ അമർത്തി ഞാനൊരു പ്രത്യേക വിന്യാസത്തിൽ വെക്കുന്നത് കൊണ്ടാണ് അത് ഞാൻ വിടുമ്പോൾ അതിന് പെട്ടെന്ന് പൊങ്ങാനുള്ള ഊർജ്ജം ലഭിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ അമർത്തി വെക്കുമ്പോൾ അതിനുണ്ടാകുന്നൊരു വിന്യാസമുണ്ട്. ആ വിന്യാസം കാരണമാണ് അതിന് നമ്മൾ വിടുമ്പം പെട്ടെന്ന് പൊങ്ങാനുള്ള ഊർജം ലഭിക്കുന്നത്. അപ്പൊ ഈ ബി കേസിൽ വിന്യാസം മൂലമാണ്. ക്ലിയർ ആയോ? ബി വിന്യാസം മൂലമാണ്. ഇനി മൂന്നാമത്തത് നോക്കാം. മൂന്നാമത്തത് ടാങ്കാണ്, വെള്ളത്തിന്റെ ടാങ്കാണ്. നമ്മളൊക്കെ വീട്ടില് വെള്ളത്തിന്റെ ടാങ്ക് എവിടെയാണ് ഉണ്ടാവുക? താഴെ മുറ്റത്താണോ ഉണ്ടാവാറ്? അല്ലല്ല, നമ്മൾ വീടിന്റെ മുകളിലാണ് ടാങ്കുകൾ സ്ഥാപിക്കാറ് അല്ലേ? എന്തുകൊണ്ടാണ് വീടിന്റെ മുകളിൽ ടാങ്ക് സ്ഥാപിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ ആ ഒരു സ്ഥാനത്ത് വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്ഥാനം കൊണ്ടാണ് വെള്ളത്തിന് താഴേക്ക് ചലിക്കാനുള്ള ഊർജം ലഭിക്കുന്നത്. അപ്പൊ ആ ടാങ്ക് അവിടെ വെക്കുമ്പം ചലിക്കാനുള്ള ഊർജം ലഭിക്കുന്നത് ടാങ്കിന്റെ ആ സ്ഥാനം കൊണ്ടാണ്. സ്ഥാനം മൂലമാണ്. സ്ഥാനം. ക്ലിയർ ആയോ? ഇനി നാലാമത്തതാണ്. നാലാമത്തെ പോൾ വാൾട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഇയാൾക്ക് നല്ല സ്പീഡ് ചാടാൻ സഹായിക്കുന്നത് എന്താ? ഇതിൻ്റെ ഈ വളവല്ലേ? ഈ പോൾ വാൾട്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വളഞ്ഞിട്ട് അതിന് വിടുമ്പോഴാണ് എന്താവുന്നത്? ഇയാൾക്ക് ഇങ്ങോട്ട് ചാടാൻ സാധിക്കുന്നത്. അപ്പം ആ വളച്ച് വെച്ചിട്ടുള്ള അതിൻ്റെ ആ ഒരു വിന്യാസം കാരണമല്ലേ ആൾക്കാരുടെ സ്പീഡിൽ പോവാനുള്ള ചലിക്കാനുള്ള ഊർജം ലഭിക്കുന്നത്? വിന്യാസം കൊണ്ടല്ലേ. അത് വളയാണ്ട് ജസ്റ്റ് അയാൾ പിടിച്ചു നിന്നിന് അയാൾക്ക് ചാടാൻ സാധിക്കുമോ? അതിങ്ങനെ വളച്ച് വെച്ചത് കൊണ്ടാണ് അതിനെന്തുണ്ടായത്? ചലിക്കാനുള്ള ഊർജം ലഭിച്ചത്. അപ്പം അവിടെ എന്താണ്? വിന്യാസം മൂലമാണ്. ഈ എക്സാമ്പിൾ നല്ല ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്നിട്ട് അതിനെ നമുക്ക് തരംതിരിക്കുകയാണ് ചെയ്യേണ്ടത്. തെങ്ങിന് മുകളിലെ തേങ്ങയിലെ ഊർജം എന്താണ്? അതിനെന്താണ്? സ്ഥാനം മൂലം ലഭിച്ച സ്ഥിതികൂർജല്ലേ? സ്ഥാനം മൂലം സ്ഥിതികൂർജാണ്. ഇവിടെ നമ്മളിപ്പോ പറയുന്നത് സ്ഥിതികൂർജത്തിന്റെ കാര്യമാണ്. അപ്പോൾ സ്ഥാനം മൂലം. രണ്ടാമത്തെ ചിത്രം,
അമർന്നിരിക്കുന്ന സ്പ്രിങ്ങിലുള്ള ഊർജം. അതെന്താണെന്ന് വെച്ചാൽ ഈ ചിത്രത്തിൽ തന്നിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത് ഇവിടെ വിശദീകരിച്ച് പറഞ്ഞതാ. അമർന്നിരിക്കുന്ന സ്പ്രിങ്ങിൽ എന്താണ്? വിന്യാസാണ്. അടുത്തത് ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിന്റെ ഊർജം സ്ഥാനം. പോൾ വാൾട്ട് ചാടുമ്പോൾ വളഞ്ഞിരിക്കുന്ന പോളിലുള്ള ഊർജം. പോള് വളഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ആൾക്ക് ചലിക്കാനുള്ള ഊർജം ലഭിക്കുന്നത്. അപ്പൊ പോളിലുള്ള ഊർജം വിന്യാസം കാരണമാണ്. വിന്യാസം. ക്ലിയർ ആയോ? നമുക്കൊന്ന് പട്ടികയിൽ ആക്കാം. സ്ഥാനം മൂലം ലഭിച്ചത് തേങ്ങേൻ്റെതാണ്. അത് കേസ് എന്താണ്? എ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സ്ഥാനം മൂലം എന്താണ്? ടാങ്ക്. അതെന്ന് പറയുന്നത് സി ആണ്. നമ്മളോട് ചോദിച്ച കോൺഫിഗറേഷനിൽ എന്താണ്? സ്പ്രിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. സ്പ്രിങ് പറഞ്ഞില്ല, അത് അമർത്തി വെക്കുമ്പോൾ അതിനുണ്ടാകുന്ന ആ ഒരു കോൺഫിഗറേഷൻ കൊണ്ടാണ് അതിന് സ്പീഡിൽ പൊങ്ങാനുള്ള ഊർജം ലഭിക്കുന്നത്. ദെൻ പോൾ വാൾട്ടിൻ്റെ ഇതിൽ പോളിൻ്റെ വളവ് കാരണമല്ലേ പോളിൻ്റെ ആ വളഞ്ഞു നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക വിന്യാസമുണ്ട്. അങ്ങനെ നിന്നാലാണ് ആൾക്ക് നല്ലോണം ചാടാനുള്ള ഊർജം ലഭിക്കുകയുള്ളൂ. ക്ലിയർ ആയോ? ഇതാണ് നമ്മൾ പറഞ്ഞ 2 തരം സ്ഥിതികോർജം. സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജവും വിന്യാസം മൂലമുള്ള സ്ഥിതികോർജം. ഇനി അതിൽ തന്നെ സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജമാണ് നമ്മൾ ഒന്നുകൂടെ പറയാൻ പോകുന്നത്. സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജം പേര് തന്നെ ഉണ്ട്. അതിൻ്റെ ഡെഫിനിഷൻ പേര് തന്നെയല്ലേ, സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജം. നമുക്ക് നോക്കാം. ഡെഫിനിഷൻ പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്ത പ്രവൃത്തിയാണല്ലോ സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജം. ഗുരുത്വാകർഷണ ബലത്തിന് എതിരെ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ത്? സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജം എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ? ഗുരുത്വാകർഷണത്തിന് എതിരെ ചെയ്യുന്ന പ്രവൃത്തിയാണ് സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജം. തെങ്ങിന്റെ മുകളിൽ തേങ്ങ നിൽക്കുന്നത് എന്താ? സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജമാണ്. ഗുരുത്വാകർഷണത്തിനെതിരെയല്ലേ? ഗുരുത്വാകർഷണം താഴോട്ട് വലിക്കുന്നുണ്ട്, തേങ്ങ വീഴാതെ അവിടെ നിൽക്കുന്നില്ലേ? ലാസ്റ്റ് വീഴുന്നുണ്ട്. വീഴുന്ന കാര്യമല്ല നമ്മൾ പറയുന്നത്, അവിടെ നിൽക്കുമ്പോൾ ഉള്ള ഊർജത്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം അവിടെ നിൽക്കുമ്പം എന്താണ്? ഗുരുത്വാകർഷണത്തിനെതിരെയല്ലേ അവിടെ സ്ഥിതികോർജം ഉണ്ടാവുന്നത്. അപ്പം ഗുരുത്വാകർഷണത്തിന് എതിരെ ചെയ്ത പ്രവൃത്തിയാണ് സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജം. വാട്ടർ ടാങ്ക് നമ്മൾ വീടിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. മുകളിൽ വെക്കുന്നത് എന്താ? ഗുരുത്വാകർഷണം താഴോട്ടെ, പക്ഷെ നമ്മൾ ഉയരത്തേക്കാണ് അത് വെക്കുന്നത്. അപ്പോൾ സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജം എന്ന് പറയുന്നത് ഗുരുത്വാകർഷണത്തിനെതിരെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കതിൻ്റെ ഡെഫിനിഷനിലേക്ക് വരാം. സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജത്തിൻ്റെ അളവ്. സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജത്തിൻ്റെ അളവാണ്. അളവ് കാണാൻ പ്രോബ്ലം വരും. അളവ് ആ വസ്തുവിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തിയുടെ അളവിന് തുല്യമായിരിക്കും. കാരണം സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജം എന്ന് പറയുന്നത് എന്താണ്? ഗുരുത്വാകർഷണത്തിന് എന്താണ്? എതിരെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പം ആ ഒരു സമയത്ത് സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജത്തിൻ്റെ അളവില്ലേ? സ്ഥാനം മൂലം ഒരു വസ്തുവിന് സ്ഥിതികോർജം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥിതികോർജത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഗുരുത്വാകർഷണത്തിന് എതിരെ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ്. ഗുരുത്വാകർഷണത്തിന് എതിരെ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി. എവിടെയോ കേട്ട പോലെയല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി. അതിന് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. W=mgh എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്, പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? ഗുരുത്വാകർഷണത്തിന് എതിരെ ചെയ്യുന്ന പ്രവൃത്തിക്ക് തുല്യമാണെന്ത്? സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജത്തിന്റെ അളവ്. സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജത്തിന്റെ അളവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തുവിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്ത പ്രവൃത്തിയുടെ അളവാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് മനസ്സിലായി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? EP = അതായത് സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജമാണ് EP. സ്ഥാനം മൂലമുള്ള
സ്ഥിതികൂർജമാണ് ഇ പി ഇസ് ഈക്വൽ ടു എം ജി എച്ച്. ഇ പി ഇസ് ഈക്വൽ ടു എം ജി എച്ച്. അതന്നെയല്ലേ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി എച്ച് ആണ് ഗുരുത്വാകർഷണത്തിനെതിരെയുള്ള പ്രവൃത്തി. അതിന് ഈക്വലാണ് എന്ത്? അത് തന്നെയാണ് എന്ത് എന്ന് പറയുന്നത്? സ്ഥാനം മൂലമുള്ള സ്ഥിതികൂർജത്തിന്റെ അളവ്. അപ്പൊ ഇ പി ഇസ് ഈക്വൽ ടു എം ജി എച്ച്. എം ജി എച്ച് എന്ന് പറയുമ്പോൾ എം എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ മാസാണ്. ജി എന്ന് പറയുന്ന ഗുരുത്വാകർഷണം മൂലമുണ്ടാവുന്ന ത്വരണം. അത് എന്താണെന്ന് നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൻ്റെ വാല്യൂ ആണ്. അതെന്ന് പറയുന്നത് ജി എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പക്ഷേ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോബ്ലത്തിൽ ജി ഈക്വൽ ടു 10 എന്ന് തന്നാൽ 10 യൂസ് ചെയ്യുക. 10 വെച്ചിട്ട് പ്രോബ്ലം ചെയ്യുക. 10 തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ 9.8 തന്നെ വെച്ച് ചെയ്യണം. ജി ദെൻ എച്ച് എന്ന് പറയുന്നത് എത്ര ഉയരത്തിലാണോ വസ്തു, തറയിൽ നിന്ന് എത്ര ഉയരത്തിലാണോ വസ്തു സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് നിങ്ങൾ നോക്കേണ്ടത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നോക്കാം. ഇതിൽ എം മാസും നമ്മൾ പറഞ്ഞു, എച്ച് തറനിരപ്പിൽ നിന്നുള്ള ഉയരവുമാണ്. എച്ച് എന്ന് പറയുന്നത് തറനിരപ്പിൽ നിന്ന് എത്ര ഉയരത്തിലാണോ സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ദൂരമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ കൊടുത്താൽ പോരെ, ഈ ഇക്വേഷനിൽ കൊടുത്താൽ പോരെ. സിമ്പിൾ അല്ലേ? നമുക്ക് നോക്കാം. അല്ല, നമുക്ക് നോക്കാം. ഇവിടെ 50 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു തറനിരപ്പിൽ നിന്ന് 8 മീറ്റർ ഉയർത്തുന്നു. നമുക്ക് മാസ് തരുന്നത് എപ്പോഴും കിലോഗ്രാം ആണെന്നും ഉയരം തരേണ്ടത് മീറ്ററിലാണെന്നുള്ളത് ഓർത്ത് വെക്കണം. സപ്പോസ് ഇപ്പം മാസ് എന്ന് പറയുന്നത് ഗ്രാമിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റണം. അത് ഇവിടെ ഒന്ന് ഓർത്ത് വെച്ചോ. 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. ജസ്റ്റ് ഓർത്ത് വെച്ച്, ഈ പ്രോബ്ലത്തിൽ കിലോഗ്രാം ആണ് തന്നിട്ടുള്ളത്, ഇവിടെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ഓർത്ത് വെക്കണം, ഗ്രാമിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റണം, അല്ലാതെ ചെയ്താൽ തെറ്റിപ്പോകും. ഓക്കെ, മാസ് കിലോഗ്രാമിലും നമ്മളെ ഉയരം എന്ന് പറയുന്നത് മീറ്ററിലും ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. വസ്തുവിൽ തറയിലായിരിക്കുമ്പോൾ അതിൻ്റെ സ്ഥിതികൂർജം എത്രയായിരിക്കും? ആ വസ്തു തറയിലായിരിക്കുമ്പോൾ അതിൻ്റെ സ്ഥിതികൂർജം എത്രയായിരിക്കും? ഇ പി ഇസ് ഈക്വൽ ടു എം ജി എച്ച്. അത് നമുക്കറിയാലോ. എം 50 ഇൻറ്റു ജി 9.8. തറയിലായിരിക്കുമ്പോൾ ആ വസ്തു എത്ര ഉയരത്തിലേക്കാ ഉയർത്തിയിട്ടില്ലല്ലോ, തറയിൽ തന്നെ ഇരിക്കല്ലേ. അപ്പം എച്ച് എന്താ? 0 ആണ്. ഉയർത്തിയാൽ മാത്രമേ എച്ചിന് വാല്യൂ ഉള്ളൂ. തറയിലിരിക്കുമ്പോൾ അത് 0 ആയിരിക്കും, അത് ഉയർത്തിയിട്ടില്ല. അപ്പോൾ ഇൻറ്റു 0 ഈക്വൽ ടു എന്താണ്? 0 ആണ്. തറയിലിരിക്കുമ്പോൾ അത് എന്താണ്? 0 ആണ്. അടുത്തത് നോക്കണേ. വസ്തു 8 മീറ്റർ ഉയരത്തിലായിരിക്കുമ്പോൾ സ്ഥിതികൂർജം എത്രയായിരിക്കും? അത് നമുക്ക് നോക്കണം. സ്ഥിതികൂർജം എത്രയായിരിക്കും നോക്കാം. വസ്തു 8 മീറ്റർ ഉയരത്തിലായിരിക്കുമ്പോൾ സ്ഥിതികൂർജം എത്രയായിരിക്കും? ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതണം. നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇ പി ഇസ് ഈക്വൽ ടു എം ജി എച്ച്. ഏത് ചോദ്യം ചോദിച്ചാലും പ്രോബ്ലം തരാൻ വന്നാലും എന്താണോ നിങ്ങളോട് കാണാൻ പറഞ്ഞത് അത് കാണാനുള്ള ഇക്വേഷൻ ആദ്യം എഴുതണം. സമവാക്യം ആദ്യം എഴുതി വെക്കണം. മനസ്സിലായോ? അതിനുശേഷം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതാം. എം നമുക്ക് തന്നിട്ടുണ്ട്, നേരത്തെ തന്നിട്ടുണ്ട് 50 കിലോഗ്രാം. അതെടുത്ത് എഴുതുക. 50 കിലോഗ്രാം. ക്ലിയർ ആണോ? അതിനുശേഷം നമുക്ക് വേണ്ട ജി പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പിന്നെ നമുക്ക് വേണ്ടത് എച്ച് എത്ര മീറ്റർ ഉയരത്തിലാണ്? വസ്തു 8 മീറ്റർ ഉയരത്തിൽ. 8 മീറ്റർ. അപ്പം ഇ പി ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 9.8 ഇൻറ്റു 8 മൂന്നും മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്. നമുക്ക് ആൻസർ നോക്കാം.
മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3920. എനർജീൻ്റെ യൂണിറ്റ് എന്താ? ജൂൾ. ജൂൾ എന്നാണ് കിട്ടുക. എനർജീൻ്റെ യൂണിറ്റ് എഴുതണം. ജസ്റ്റ് വാല്യൂ മാത്രം എഴുതിയാൽ പോരാ, എനർജീൻ്റെ യൂണിറ്റ് കൂടെ എഴുതേണ്ടതായിട്ടുണ്ട്. അത് തെറ്റിപ്പോവരുത്. അപ്പോൾ ക്ലിയർ ആയോ? നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണെന്നുള്ള ഇക്വേഷൻ മസ്റ്റായിട്ട് എഴുതണം. അതിനുശേഷം നമുക്ക് തന്നിട്ടുള്ള ഓരോ ടേംസ് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. എം എത്രയാണ്, സി എത്രയാണ്, എച്ച് എത്രയാണ് എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് എഴുതിയതിന് ശേഷം ഇ പി ഈസ് ഈക്വൽ ടു ഇതൊക്കെ കൊടുക്കുക. ഇതിന് എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് ഇൻറ്റു എച്ച് എഴുതിയതിന് ശേഷം ആ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് വാല്യൂ എഴുതിയിട്ട് യൂണിറ്റ് ഇടണം. യൂണിറ്റ് ഇടാൻ മറന്നു പോയത്, യൂണിറ്റ് മസ്റ്റായിട്ട് വേണം. ഇങ്ങനെ എഴുതിയാൽ മാത്രമാണ് ഫുൾ മാർക്ക് ലഭിക്കുകയുള്ളൂ. ഈ ഇക്വേഷനും അതുപോലെ ലാസ്റ്റ് ആൻസറിൻ്റെ യൂണിറ്റും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇത് നിങ്ങൾ എഴുതണം എന്നാണ് പറയുന്നത്. ഇവിടെ എഴുതിയിട്ടില്ലെങ്കിൽ സൈഡിലെങ്കിലും എഴുതി വെക്കുക. തെറ്റിപ്പോലും എങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് പറയുന്നത്. ജസ്റ്റ് നോക്കി എഴുതുമ്പോൾ ചിലപ്പോൾ നോക്കി ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുമ്പം ഇൻറ്റു ചെയ്യാൻ എടുക്കുമ്പോൾ ചിലപ്പോൾ 0.8 0.6 ഒക്കെ ആയിപ്പോവാം. ഇവിടെ എടുത്ത് എഴുതിയാൽ കുറച്ചുകൂടെ ശരിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയോ? പ്രോബ്ലം ക്ലിയർ ആയോ? ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്, എന്താണ് ഊർജം എന്നാണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഊർജം എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് അറിയുന്നതോ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള കുറച്ച് ഊർജത്തിന് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ? വൈദ്യുതോർജം, താപോർജം, സൗരോർജം, പ്രകാശോർജം, യാന്ത്രികോർജം, ഗതികോർജം, സ്ഥിതികോർജം, അങ്ങനെ വ്യത്യസ്ത തരങ്ങളായ ഊർജങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു 5 എണ്ണം അറിഞ്ഞു വെക്കുക. ജസ്റ്റ് പേരെങ്കിലും അറിഞ്ഞു വെക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഊർജത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്ന പ്രവൃത്തിയുടെ SI യൂണിറ്റിന് തുല്യമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് എന്ന് പറയുന്നത് ജൂളാണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഊർജത്തിന് SI യൂണിറ്റ് ജൂളാണെങ്കിലും ഊർജത്തിൻ്റെ വേറൊരു യൂണിറ്റാണ് കാലറി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഈ കാലറിയും ജൂളും തമ്മിലുള്ള ബന്ധം പറഞ്ഞു. ഒരു കാലറി എന്ന് പറയുന്നത് 4.2 ജൂളാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലം വരും. അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ സൈഡിൽ തന്നിട്ടുള്ള ആ ടേബിൾ ഓർത്ത് വെക്കണം. ക്ലിയർ ആയോ? കാലറി തന്നിട്ടുണ്ടെങ്കിൽ ജൂള് കാണാൻ എന്ത് ചെയ്യണം, ജൂള് തന്നിട്ടുണ്ടെങ്കിൽ കാലറി കാണാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഷോർട്ടായിട്ട് ഞാനൊരു ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു. ആ ടേബിൾ നോക്കി വെച്ചാൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് 1000 ജൂളാണ് 1 കിലോ ജൂൾ എന്നുള്ളത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 1 കിലോ ജൂൾ എന്ന് പറയുന്നത് 1 കിലോ കാലറി എന്ന് പറയുന്നത് 4200 ജൂളാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ക്ലിയർ ആയില്ലേ? അതിനുശേഷം നമ്മൾ പറഞ്ഞതാണ് യാന്ത്രികോർജം അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി. എന്താണ് യാന്ത്രികോർജം? ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലമോ അതിൻ്റെ വിന്യാസം മൂലമോ അതല്ലെങ്കിൽ ചലനം മൂലമോ ലഭിക്കുന്ന ഊർജത്തെയാണ് നമ്മൾ യാന്ത്രികോർജം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം അത് 2 തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. സ്ഥിതികോർജം, ഗതികോർജം. പിന്നെ നമ്മൾ സ്ഥിതികോർജം എന്താണെന്ന് പറഞ്ഞു. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജത്തിനെ നമ്മൾ സ്ഥിതികോർജം എന്ന് പറഞ്ഞു. അത് 2 തരത്തിലുണ്ട്. സ്ഥാനം മൂലം ലഭിക്കുന്ന സ്ഥിതികോർജം, രണ്ടാമത്തേതാണ് വിന്യാസം മൂലം അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലം ലഭിക്കുന്ന സ്ഥിതികോർജം. ക്ലിയർ അല്ലേ? അതിനുശേഷം നമ്മൾ പറഞ്ഞു വിന്യാസം മൂലം എന്ന് പറയുന്നത് അതിൻ്റെ ആ പ്രത്യേക വിന്യാസം കാരണമാണ് അതിന് ഊർജം ലഭിക്കുന്നത്. സ്ഥാനം മൂലം ലഭിക്കുന്ന സ്ഥിതികോർജം എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാനം കൊണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ സ്ഥാനം മൂലം ലഭിക്കുന്ന സ്ഥിതികോർജത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ബലത്തിന് എതിരെയാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനം മൂലം
ലഭിക്കുന്ന സ്ഥിതികൂർജത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തിക്ക് തുല്യമാണെന്നും EP=mgh എന്നുള്ള ഇക്വേഷനും നമ്മൾ പറഞ്ഞു. അത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്തു. ഊർജത്തിന്റെ യൂണിറ്റ് ജൂളാണ്. ആ ജൂള് നമ്മൾ കൊടുത്തിട്ടുണ്ട്. EP=mgh പ്രോബ്ലം ചെയ്യണം. പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് കൊടുക്കണം. അത്രയും ക്ലിയർ ആയല്ലോ. അത്രയാണ് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വ്യക്തമായെന്ന് മനസ്സിലാവുന്നു. പ്രോബ്ലം ചെയ്ത് തന്നെ നോക്കണം. ഓക്കെ, യൂണിറ്റ് ഇടാൻ മറന്നുപോയത്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താ? യാന്ത്രികോർജത്തിലെ രണ്ടാമത്തെ ടൈപ്പാണ്. അതാണ് എന്താണ്? ഗതികോർജം. ഗതികോർജത്തിനെ പറ്റി നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദമായി നോക്കും. അപ്പോൾ താങ്ക് യു.